ഞാൻ കുറേ കാലമായി കേട്ടോ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോയിട്ട്. കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ. അത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ മമ്മൂക്കയെ കാണും, ഞാനും കാണും. ചെന്നൈയിൽ നിന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞുകൊണ്ട് വരും. ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് ഇങ്ങനെ ആക്കിയെന്ന പോലെ തോന്നുന്നു എനിക്ക്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനിപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് പോകാറ്. DP-യുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഇന്ന് വെളുപ്പിനെ എണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു. എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ, 90% ഉണ്ടാവത്തില്ല. വിശന്നിരിക്കും. ലാലേട്ടൻ്റെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തെ ഓർക്കുകയാണ്. രാസരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ, ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ടാ ലാലേട്ട എനിക്ക് തല ഇറങ്ങി ഞാനിപ്പോൾ വീഴും. പതുക്കെ പ്രൊഡക്ഷൻ ആളിനെ വിളിച്ചൊരു കാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങാക്കറി എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറിച്ച് കയറി ക്യാമറ അസിസ്റ്റൻസ് ഒരു കുട തരും. അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല. അല്ലെങ്കിൽ 2-3 കാണും ഇവിടെ ആരെങ്കിലും ഇരിക്കുക. ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കും. അത് കൊണ്ടുവന്ന് തരും. അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേവേയും കഴിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും അത്. 40 വർഷം അവർ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ സാധ്യതകൾ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ്. വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ, ദേഷ്യമുള്ളതാണോ, അല്ല പ്രൊഡ്യൂസർ എങ്ങനെ, ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷനിൽ ഇറങ്ങാം. വേഗം റെഡിയാവുന്ന ആളാണ്, ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പുതിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അന്നത്തെ ഡയറക്ടറെയൊക്കെ അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത്. അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റില്ലാത്ത സ്ഥിരം യാത്ര ചെയ്തോന്നായിരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മാൻ തുടങ്ങി. അന്നത്തെ ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ മേക്കപ്പ് മാന്മാർ ആരെയും മറക്കാൻ പറ്റില്ല. പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കും. പല മേക്കപ്പ്മാരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ ഇപ്പോഴും. എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട B. ഉണ്ണികൃഷ്ണനോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം വരേണ്ടത് ഇവിടെയാണ്. ഞാൻ അവരുടെയൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ ഇപ്പോഴും അറിയാം. അപ്പോൾ ഇവിടെ ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. എൻ്റെ എല്ലാവിധ ഭാവങ്ങളും B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടേയില്ല ഉണ്ണികൃഷ്ണൻ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തന്നെ ഞാൻ വെച്ച് ചുള്ളിക്കമ്പകലിൽ ഞാൻ തന്നേനെ തന്നെ കേട്ടോ തരുമായിരുന്നെന്ന് പറയുകയാണ്. ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും. ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പോകാതായിട്ട് കുറേ കാലം അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന വേതനം എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു. ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടവരാതെ ഇരിക്കട്ടെ. ആരും അസംബാധിതരായി കിടക്കാതിരിക്കട്ടെ. അധ്വാനിക്കുന്ന വിഭാഗമാണ്. അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ. അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ. എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ഇനി ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടൻ ശ്രീ കമൽഹാസൻ. അദ്ദേഹത്തിൻ്റെ തുടക്കവും മലയാള സിനിമയിലൂടെ ആയിരുന്നു എന്നത് ഓരോ മലയാളിക്കും അഭിമാനം പകരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം.